ഹലോ, ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സ്വാദിഷ്ടമാണ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമാണ്. കുഞ്ഞൻ ഇഡ്ഡലി. അതിനായി ഒരു 1.5 കപ്പ്, ഏകദേശം 150 ഗ്രാം പച്ച അരി കഴുകി വൃത്തിയാക്കി കുതിർത്താനിടുക. കൂടെ തന്നെ 3/4 കപ്പ് ഉഴുന്നുപരിപ്പ്, അതും വേറെ വേറെ കുതിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരുമിച്ച് കഴുകി ക്ലീൻ ചെയ്ത് സോക്ക് ചെയ്യാനായിട്ട് വിടാം. ഇത് സാധാരണ 4 മണിക്ക് ഒരു 6 മണിക്കൂർ കുതിർന്ന് കിട്ടണം. അതനുസരിച്ച് കുതിർത്താനായിട്ട് ഇടുന്നതാണ് ഇപ്പോഴും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 മണിയാകുമ്പോൾ അരച്ച് വയ്ക്കാവുന്നതാണ്. ഈ ക്ലീൻ ചെയ്ത് കുതിർത്തിയ അരി ഒരു മിക്സിയുടെ ബ്ലെൻഡറിലോട്ട് ഇടുക. ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് ചോറ് ഈ കൂടിലേക്ക് എടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാവുന്നതാണ്. ഒരു പിഞ്ച് ഉലുവയും കൂടി ചേർത്താൽ ഒന്നും കൂടി നല്ലതാണ്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഉഴുന്നും അരിയും വേറെ വേറെ അരച്ചെടുക്കുന്നതും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ടും ഒരുമിച്ച് അരച്ചെടുക്കാറാണ് പതിവ്. എങ്കിലും നല്ല സോഫ്റ്റായ പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടാറുണ്ട്. അരച്ചെടുത്ത മാവ് എല്ലാം കൂടി ഒരു പാനിലോട്ട് ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി വെള്ളം പാകമാക്കി നന്നായി 2 മിനിറ്റ് അടിക്കുക. കൈ കൊണ്ട് തന്നെ അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇതിന് ഈസ്റ്റോ വേറെ യാതൊന്നും ഫെർമെൻറ്റേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. വിൻ്റർ സീസണിലാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്ക് അരച്ച് വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ വാം പ്ലേസിൽ വെക്കണം. സമ്മർ പ്ലേസസിൽ രാത്രി 10 മണിയാകുമ്പോൾ അരച്ച് വെച്ചാൽ മതി, നന്നായിട്ട് നമുക്ക് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും. അതല്ലെങ്കിൽ വിൻ്റർ പ്ലേസിൽ പഴയ അരച്ച മാവ് സ്വല്പം ഇതിലേക്ക് ആഡ് ചെയ്താലും പെട്ടെന്ന് പൊങ്ങി കിട്ടുന്നതാണ്. ഇങ്ങനെ നന്നായി ഒരു 3 മിനിറ്റ് കൈ കൊണ്ട് അടിച്ച് പതപ്പിച്ച് അടച്ച് വയ്ക്കുക. ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ വേണം ഇത് ഫുള്ളായിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ. പിറ്റേ ദിവസം കാലത്ത് എടുത്ത് നോക്കിയാൽ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നതായി കാണാൻ നമുക്ക് പറ്റും. ഇപ്പോൾ നേരം വെളുത്ത് 10 മണിക്കൂറായിട്ടുണ്ട്. മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഷേപ്പിലും സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനെ ഞാൻ കുട്ടികൾക്ക് ചെറിയ ഇഡ്ഡലി കിട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു തട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് ചെറിയ സ്പൂൺ കൊണ്ട് ഓരോ ഇതിലും നമുക്ക് ഇഡ്ഡലി മാവ് പതുക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പൊന്നോമണകൾക്ക് ഇഷ്ടപ്പെട്ട ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അവർക്ക് ജാം കൂട്ടിയോ ഹണി കൂട്ടിയോ ഒക്കെ കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 തൊട്ട് 10 മിനിറ്റ് മാത്രം മതി. ചെറിയ ഇഡ്ഡലി ആയതുകൊണ്ട് കുട്ടികൾക്ക് കൗതുകം തോന്നിയും പെട്ടെന്ന് കഴിച്ച് പ്ലേറ്റ് കാലിയാക്കുകയും ചെയ്യും. കുട്ടികളുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.